ബി.ജെ.പി. ഒരു അപ്രമാദിത്വം കാണിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അവരുടെ വിജയത്തിൽ മാത്രമാണ്. കോർപ്പറേഷനിലെ ഭരണവിരുദ്ധ വികാരം കുറച്ച് പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ആരൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് കഴിയുന്നതുമല്ല. ഇടതുപക്ഷത്തിനോടുള്ള പഴയ ആഭിമുഖ്യം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. തൃശ്ശൂർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമായി പോയ വോട്ട് മതന്യൂനപക്ഷങ്ങളുടെ അല്ല, ചെറുപ്പക്കാരിൽ ഒരു അരാഷ്ട്രീയ വാസന വളർന്നു വരും. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഡി.ജെ. പാർട്ടി നടത്തി അവരെ പിടിക്കാമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വലിയ അബദ്ധമാണ്. വെറും പ്രായോഗികവാദികളുടെ ഒരു സംഘടനയായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറാൻ പാടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഒരു രാഷ്ട്രീയ വിധിയെഴുത്തായി നമുക്ക് കാണാൻ കഴിയില്ല. അതിൽ കുറച്ചെങ്കിലും ജനങ്ങൾ രാഷ്ട്രീയമായി ചിന്തിക്കുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിലും പിന്നെ കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് കുറേയെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡുകളിലെ ബന്ധവും സ്വന്തവും ഒക്കെ ഘടകമാകുന്നതുകൊണ്ട് അങ്ങനൊരു രാഷ്ട്രീയ വിധി എഴുത്തായിട്ട് നമുക്ക് പൊതുവിൽ അതിനെ വിലയിരുത്താൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ അതിൻ്റെ തീവ്രത വലുതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കോർപ്പറേഷനുകളിൽ മാത്രമാണ് അത് കുറച്ച് കൂടുതലായിട്ട് വന്നത്. ജില്ലാ പഞ്ചായത്തിൽ 7 ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടെങ്കിലും വോട്ടിൻ്റെ ശതമാനം നോക്കിയാലും ടോട്ടൽ ലഭിച്ച വോട്ട് നോക്കിയാലും ആ വലിയ കുറവ് ഉണ്ടായിട്ടില്ല. ബി.ജെ.പി. ഒരു അപ്രമാദിത്വം കാണിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അവരുടെ വിജയത്തിൽ മാത്രമാണ്. കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്നതിൽ നിന്ന് ഏറെ മുന്നോട്ട് പോകാൻ ബി.ജെ.പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിച്ചുള്ള ഒരു സ്ഥലത്തും അവർക്ക് കഴിഞ്ഞിട്ടേയില്ല. അവരുടെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കിയാലും അതിൽ കുറവേ സംഭവിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന പന്തളവും പാലക്കാടുമാണ് 2 മുനിസിപ്പാലിറ്റികൾ. അതിൽ പന്തളം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിച്ചു അവർ ഭരിക്കുന്നു. പാലക്കാടാണെങ്കിൽ അവർക്ക് കിട്ടിയ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ കുറവും സംഭവിച്ചിട്ടുണ്ട്. 2020 ഉണ്ടായിരുന്ന ജനപ്രതിനിധികളെക്കാൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അവരുടെ ജനപ്രതിനിധികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഈ പറയുന്ന വലിയ അപ്രമാദിത്വം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ച ബി.ജെ.പിയുടെ MP ശ്രീ സുരേഷ് ഗോപിക്ക് അന്ന് 4 ലക്ഷത്തി ചില്ലുവാനം വോട്ട്, 4,12,000 വോട്ടൊറ്റയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇത്തവണ ആ സ്ഥാനത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിക്ക് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടുകളെല്ലാം കൂടി നോക്കിയാൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അവർക്ക് 2 ലക്ഷത്തിലധികം വോട്ട് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 4 ലക്ഷത്തിലധികം വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്, LDFന് കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂരെ LDFന് നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, ബി.ജെ.പിക്ക് അവരുടെ വോട്ടിൻ്റെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച വോട്ടിൻ്റെ പകുതിയോളം അല്ലെങ്കിൽ പകുതിക്ക് ഒരല്പം മുകളിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ഇതൊന്നും അംഗീകരിക്കാതെ ബി.ജെ.പിക്ക് കുറച്ച് വലിയ നേട്ടമുണ്ടായി എന്ന വ്യാജമായ തെറ്റായ ഒരു പ്രചരണമാണ് അവർ നടത്തുന്നത്. എന്നാൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അത് തിരുവനന്തപുരം കോർപ്പറേഷനില്ല. അത് അംഗീകരിക്കുന്നു. അത് അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ജനങ്ങൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം ഭരണവിരുദ്ധ വികാരം, കോർപ്പറേഷനിലെ ഭരണവിരുദ്ധ വികാരം കുറച്ച് പ്രതിഫലിച്ചിട്ടുണ്ട്. അത് ആരൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് കഴിയുന്നതുമല്ല. സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് കോർപ്പറേഷൻ ഭരണത്തിൽ ഉണ്ടായിരുന്ന ചില അതൃപ്തി, നിസ്സാരമായ വോട്ടിൻ്റെ കാര്യത്തിൽ ചില വാർഡുകളിൽ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലെ അനധികൃതമായ വോട്ടർ പട്ടികയിലെ ഇടപെടൽ പോലും ആ പ്രചരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ടെന്ന് എന്നതിൽ കവിഞ്ഞ് വലിയ പുറകോട്ട് പോക്ക് ഉണ്ടായിട്ടില്ല. CPIക്കാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഉൾപ്പെടെ എടുക്കുമ്പോൾ
2020 ആകെയുള്ള ജനപ്രതിനിധികളുടെ എണ്ണത്തേക്കാൾ 280 ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ മാത്രമേ കുറവ് സംഭവിച്ചിട്ടുള്ളൂ. അതൊരു വലിയ കുറവല്ല. ഇത്രയും 941 ഗ്രാമപഞ്ചായത്തിലെയും കൂടി വരുന്ന വാർഡുകളുടെ എണ്ണം വരുമ്പോൾ അത് വലിയ കുറവല്ല താനും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ചെറിയ ഇടിവിൻ്റെ ഒരു അംശം CPIക്കും കൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിലാണെങ്കിൽ 2020 ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ 6 ജനപ്രതിനിധികളുടെ കുറവ് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിന് 184 ജനപ്രതിനിധികൾ ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 176. അത്രയുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 8 ജനപ്രതിനിധികളുടെ കുറവാണ് സംഭവിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 16 ഉണ്ടായിരുന്നു, ഇപ്പം 15 ഉള്ളൂ. ഓരോ സീറ്റിൻ്റെ കുറവാണ് വന്നത്. അതുകൊണ്ടൊരു വലിയ തിരിച്ചടി CPIക്ക് ഉണ്ടായിട്ടില്ല. ചെറിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് LDFന് വന്നിട്ടുള്ള തിരിച്ചടിയുടെ ഭാഗമായി CPIക്ക് സംഭവിച്ചിട്ടുണ്ട്. അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഇത്തവണത്തെ വോട്ടിൻ്റെ ഒരു സീറ്റുകളുടെ എണ്ണമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ വിശകലനത്തിൽ ബോധ്യമാകാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നല്ലതുപോലെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം അതിൽ ഉണ്ടാകും. എന്നാലും രാഷ്ട്രീയ നിലപാടുകളാണ് ജനങ്ങളെ ഏറ്റവും അവസാനം സ്വാധീനിക്കുന്നത്. അതിൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലുടനീളവും ഉണ്ടായിട്ടുള്ള സംഭവവാസങ്ങളിൽ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ തെറ്റായ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരം നല്ലതുപോലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് പ്രതിഫലിക്കും. രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്ന ഒരു തിരഞ്ഞെടുപ്പും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മുൻതൂക്കം നൽകുന്നതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ കൂടി ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒരു വിധിയെഴുത്ത് നടത്താൻ കഴിയും. അതായിരിക്കും ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ നമ്മൾ മത്സരിച്ച CPI മത്സരിച്ച 25 സീറ്റുകളിലും മറ്റ് സീറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയാവുന്നിടത്തോളമുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. 140 മണ്ഡലങ്ങളിലും ഒരുപോലെ സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള തീരുമാനമാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. അത് ജില്ലകളിൽ ഇനി അതിനുള്ള പരിശോധനകൾ നടക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാകുന്നതിന് വേണ്ടിയുള്ള സംഘടനാപരമായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ ഒരുപാട് പുതിയ വിശകലനത്തിലേക്ക് പോകുന്നതിന് നമുക്ക് സമയവുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്ന ചിന്തയുമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ചില പഞ്ചായത്ത് സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന നിലയിൽ അവശേഷിക്കാനാണ് കേരളത്തിൽ സാധ്യത. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ജനങ്ങൾ അത് സ്വീകരിച്ചിട്ടുമുണ്ട്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അത് കുറച്ചുകൂടി ഫലപ്രദമായി തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിയത്തക്ക നിലയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ബാധ്യത മുന്നണിയുടെ നേതൃത്വത്തിനുണ്ട്. അതിനാവശ്യമായ പരിപാടികൾ മുന്നണി ആവിഷ്കരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ സെൻസേഷണൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ ട്രിവിയലായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി അതാത് പൊളിറ്റിക്കൽ പാർട്ടികൾ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അതിനകത്തൊരു ഘടകമാണ്. സെൻസേഷണലായിട്ട് വരുന്ന വിഷയങ്ങളെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ കുറച്ചൊക്കെ അതിൽ മാറ്റം വരും. എന്നാലും വൈകാരികമായ സമീപനം ജനങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കേരളത്തിൽ ഇപ്പം വന്നിട്ടുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്, മുൻപ് തിരുക്കൊച്ചി മേഖല, പഴയ തിരുക്കൊച്ചി മേഖലയിൽ വരുന്ന
ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയിരുന്നവരാണ്. മലപ്പുറം മേഖലയിലും മലബാർ മേഖലയുടെ പല പ്രദേശങ്ങളിലുമാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനവും അതിനനുസരിച്ച് അവർ ചില നിലപാടുകളും എടുത്തിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി തെക്കൻ മേഖലയിലെയും കൂടി ഒരു ഇടതുപക്ഷത്തിനോടുള്ള പഴയ ആഭിമുഖ്യം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് തിരിച്ചു പിടിക്കേണ്ടുന്നത് ആവശ്യമാണ്. അതിനാവശ്യമായ മാറ്റം ഉണ്ടാവേണ്ടുന്നത് രാഷ്ട്രീയമായി തന്നെ ആ മാറ്റം ഉണ്ടാവേണ്ടുന്നത് ഒരാവശ്യമാണ് എന്ന ചിന്തയാണ് എനിക്കുള്ളത്. ആ വ്യത്യാസം കാര്യം എന്തെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്രയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികളാണ്. ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ട് എന്ന ഒരു ആത്മവിശ്വാസം ഇന്ത്യയിലെ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വളരെയധികം അവർ വെച്ച് പുലർത്തുന്നുണ്ടായിരുന്നു. അതെത്രയോ നാളുകളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫാസിസ്റ്റ് നടപടികളുടെയും കൂടി പ്രത്യാഘാതങ്ങൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു സംരക്ഷകരാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിലെ ഘടകകക്ഷികളും എന്ന തോന്നൽ ഉണ്ടാവേണ്ടുന്നത് രാഷ്ട്രീയമായ ഒരു ആവശ്യമാണ്. അങ്ങനെയൊക്കെയുള്ള ചില നിലപാടുകൾ വ്യക്തമാക്കാൻ കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. മതന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം മാത്രമല്ല, ക്രൈസ്തവ വിഭാഗങ്ങളും മറ്റ് വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ളവരെ ആണ് ഉദ്ദേശിച്ചത്. തൃശ്ശൂരിൽ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് BJPക്ക് ഒഴുകി എന്നുള്ള ധാരണ നമുക്ക് ശരിയല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പഴയ 4 ലക്ഷത്തിലധികം വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് ക്രൈസ്തവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടാണോ? അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ട് ക്രൈസ്തവരുടെ വോട്ട് BJPക്ക് പോയല്ല. തൃശ്ശൂർ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി പോയ വോട്ട് മതന്യൂനപക്ഷങ്ങളുടെ അല്ല, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടാണ് പോയതെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ആ വോട്ടിപ്പോൾ തിരിച്ചു വന്നത്. അത് നിലനിർത്താൻ കഴിയണം. നമുക്ക് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി ഇന്ത്യയിലെമ്പാടും, അത് മണിപ്പൂരിൽ നിന്ന് മാത്രമല്ല, ഛത്തീസ്ഗഡുണ്ട്, ഒറീസയിലുണ്ട്, ഇപ്പോൾ രാജസ്ഥാനിൽ നടക്കുന്നു, മധ്യപ്രദേശിൽ നടക്കുന്നു, ഡൽഹിയിൽ നടക്കുന്നു. ഈ സംഭവവാസങ്ങൾ ഒരു ദേശീയ തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനായിട്ട് കൊണ്ടുവരുന്നതിൽ കാണിക്കുന്ന ഒരു വേണ്ടത്ര ജാഗ്രത, ആ ജാഗ്രത ഇല്ലായ്മയാണ് അതിനൊക്കെ ഘടകം. അതുകൊണ്ട് അത് പ്രത്യേകമായി തന്നെ പരിഗണിക്കേണ്ടതാണ്. ഇപ്പം മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പട്ടികജാതി, പട്ടികവർഗ, ദളിത് വിഭാഗങ്ങൾക്കെതിരുമായി രാജ്യവ്യാപകമായി തന്നെ ധാരാളം ആക്രമണങ്ങൾ നടത്തുന്നു. സനാതന ധർമ്മത്തിൻ്റെ വക്താക്കളായി ഒരുപറ്റം ആളുകൾ അങ്ങ് ഇറങ്ങി നടക്കുക. അവർക്ക് ക്രിസ്മസ് ആഘോഷം ഇഷ്ടപ്പെടുന്നില്ല. അവർ ധാരാളം കരോൾ പ്രവർത്തനങ്ങളുമായി പോകുന്ന ക്രൈസ്തവ സഹോദരന്മാരെ ആക്രമിക്കുന്നു. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ പോലും ഷൂ എടുത്തെറിയാൻ സനാതനധർമ്മത്തിൻ്റെ വക്താക്കൾ തയ്യാറാവുന്നു. അതൊക്കെ വേണ്ട രീതിയിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായും സംഘടനാപരമായും നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായിട്ട് നടത്തിയ ഇത്തരത്തിലുള്ള സനാതന ധർമ്മത്തിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ ഹിന്ദുത്വ വർഗീയവാദികൾ നടത്തിയ പ്രക്ഷോഭത്തിനെതിരായി ഡിസംബർ 22 ആ നിലയിലുള്ള ഒരു ഡേ ഒബ്സർവ് ചെയ്തുകൊണ്ട് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് തീരുമാനിച്ചത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്. പല പല കാരണങ്ങളാൽ അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രീതി, പിന്നെ മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നതിൽ വരുന്ന കുറവ്, അതുകൊണ്ടൊക്കെ അതിന് വലിയ പ്രാധാന്യം കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. അങ്ങനെ ചെറുപ്പക്കാർ മാറി എന്ന് പറയാനൊക്കെയില്ല, പക്ഷേ ചെറുപ്പക്കാരിൽ ഒരു അരാഷ്ട്രീയ വാസന വളർന്നു വരുന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് അവരുടേതായ ഒരു ലോകം അല്ലാതെ സാമൂഹ്യമായ പ്രതിബദ്ധത കുറഞ്ഞു വരുന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അവിടെ അവരുടേതായ ലോകത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ചില പാർട്ടികൾ തയ്യാറാവുന്നത് കൊണ്ടാണ് അവരത്തരം സുഖ സൗകര്യങ്ങൾ തിരക്കി പോകുന്നത്. സ്വന്തം
ഇടുങ്ങിയ ലോകത്തിനപ്പുറത്തേക്കുള്ള ഒരു സമൂഹത്തെ കാണുന്നതിന് അവർ തയ്യാറാകാതെ വരുന്നു എന്നുള്ളത്. അത് നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന പ്രസ്ഥാനങ്ങളാണ് അത് കാണേണ്ടുന്നതും അത് ടേക്കപ്പ് ചെയ്യേണ്ടതും. അങ്ങനെ എടുക്കുമ്പോൾ അവരെ ആകർഷിക്കാൻ കഴിയുന്ന പരിപാടികളിൽ കൂടി സാമൂഹ്യമായ പ്രതിബദ്ധത അവർക്കുണ്ടാകത്തക്കവണ്ണം അവരെ മൊബിലൈസ് ചെയ്യാൻ കഴിയണം. അതിന് പകരം DJ പാർട്ടി നടത്തി അവരെ പിടിക്കാമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ വലിയ അബദ്ധമാണ്. അത്തരത്തിലുള്ള മാർഗങ്ങളിൽ കൂടി പോകാതെ അവർക്ക് ആ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സാമൂഹ്യമായ ആ ഒരു ബോധം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവരെ രാഷ്ട്രീയ ചാനലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ യുവജന പ്രസ്ഥാനങ്ങൾ ശ്രമിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടുന്നത്. ആശയപ്രചരണ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ച് പുറകോട്ട് പോകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ടുന്നത് ആവശ്യമാണ്. മുൻപുള്ളതുപോലെ ഈ പ്രായോഗിക രാഷ്ട്രീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഇതിനെല്ലാത്തിൻ്റെയും തകർച്ചയുടെ കാര്യം. അങ്ങനെ നോക്കരുത്. ഒരു മുന്നണി സംവിധാനമായെങ്കിൽ പോലും, അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പോലും MLA-മാരോ MP-മാരോ കുറച്ച് അത്തരത്തിലുള്ള ഭരണസമിതിയിലെ അംഗങ്ങളെ ഉണ്ടാക്കിയെടുക്കലല്ല പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് വേണം, അത് നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതൊന്നും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ആ ഭരണസമിതികളെ ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം എന്ന നിലയിലുള്ള ചിന്ത അതിൽ ആവശ്യമാണ്. പക്ഷേ അങ്ങനെ കൊണ്ടുപോകുമ്പോഴും എന്താണ് ഒരു ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ കടമ, എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാഷ്ട്രീയമായ കടമ, എങ്ങനെയാണ് അവൻ്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ജനങ്ങളെ അങ്ങനെ എക്വിപ്പ് ചെയ്യാൻ, ആശയപരമായി എക്വിപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രസ്ഥാനത്തിന് അതിൻ്റേതായ ക്ഷീണം വരും. വെറും പ്രായോഗികവാദികളുടെ ഒരു സംഘടനയായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാറാൻ പാടില്ല. അത് തിരിച്ചറിയുകയും അതിനാവശ്യമായ ആശയപ്രചരണങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തന പരിപാടി നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പാർട്ടി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പ്രായോഗികമായ ചില തടസ്സങ്ങളൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്.